രാഷ്ട്രീയത്തിനും രാഷ്ട്രീയ പാർട്ടികൾക്കും അതീതമായി അറബ് വസന്തം പോലെ ഇന്ത്യയിൽ ഒരു ജൻസി മൂവ്മെന്റ്. 2026 ജൂലൈ 3 നടന്ന നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കഴിഞ്ഞ് 2 മാസവും 24 ദിവസവും പിന്നിടുന്നു. പാറ്റപ്പടയെന്ന് നിസ്സാരവൽക്കരിക്കുമ്പോഴും ഭരണകൂടത്തെ ഭയപ്പെടുത്തിയ യുവാക്കളുടെ ജിഹ്വയായി കോക്രോച്ച് ജനതാ പാർട്ടി. ജാതി മതഭേദമില്ലാതെ കൊടിയുടെ വിവേചനമില്ലാതെ തെരുവിലിറങ്ങിയ യുവതിയുടെ ഹുങ്കാരവും കെട്ട സംഘിപ്പട തുറുപ്പിച്ചിട്ടിറക്കി പാകിസ്ഥാന്റെയും ചൈനയുടെയും പണം വാങ്ങി രാജ്യദ്രോഹ പ്രവൃത്തി നടത്തുന്നവരെന്ന്. എന്നിട്ടും തളരാത്ത ജൻസിക്ക് വേണ്ടി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസ പരിഷ്കർത്താവും സാംസ്കാരിക നേതാവും പരിസ്ഥിതി പ്രവർത്തകനുമായ സോനം വാങ്ചുക് യുവതയ്ക്ക് വേണ്ടി നിരാഹാരം കിടക്കുന്നു. സോനം വാങ്ചുക് ലക്ഷോപലക്ഷം വരുന്ന ഇന്ത്യൻ യുവതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും പിന്തിരിപ്പൻ ഭരണ സംവിധാനത്തിനെതിരെ സമരം പ്രഖ്യാപിച്ചും പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട് 26 ദിവസം പിന്നിടുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട സമരത്തിൽ ആദ്യം മുന്നിട്ടിറങ്ങിയ കോൺഗ്രസ് പാർട്ടി വലിയ ഓളങ്ങളില്ലാതെ ഒളിമങ്ങിപ്പോയെങ്കിലും ഒരു നിർണായക ഘട്ടത്തിൽ രാഷ്ട്രീയമില്ലാത്ത ജൻസി സമരത്തെ പ്രതിഷേധത്തിന്റെ തീച്ചൂടയിൽ എടുത്തെറിയാൻ പാകത്തിൽ പ്രധാനമന്ത്രിയുടെ വീട്ടുപടിക്കൽ തിരിച്ചെത്തിയത് സമരത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റായി മാറി. ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത നിലയിൽ എല്ലാ സുരക്ഷാ വേലികളെയും തകർത്തെറിഞ്ഞ് രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ശക്തമായ പ്രതിഷേധ സമരം. അവിടെ നേതാക്കന്മാർ കാഴ്ചക്കാരായിരുന്നില്ല. എല്ലാവരും ചങ്കുപൊട്ടും വിധം മുദ്രാവാക്യങ്ങൾ മുഴക്കി. അതിൽ കോൺഗ്രസിന്റെ പല മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു, പല പ്രമുഖ നേതാക്കന്മാരുണ്ടായിരുന്നു, രാജ്യത്തെ തന്നെ പ്രതിപക്ഷ നേതാവുണ്ടായിരുന്നു. പക്ഷേ എടുത്തു പറയേണ്ട ഒരു പരാജയമുണ്ടായിരുന്നു. നമ്മുടെ കേരള മുഖ്യൻ ഒന്നും മിണ്ടാതെ ആരെയോ ഭയപ്പെട്ടു നിൽക്കുന്ന രംഗമായിരുന്നു. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും എല്ലാം തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ വി ഡി സതീശൻ മാത്രം ആരെയോ ഭയപ്പെടും പോലെ നാലുപാടും നോക്കി നിശബ്ദനായി നിൽക്കുന്ന ഗതികെട്ട കാഴ്ചയാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെയും പ്രിയങ്ക ഗാന്ധിയെയും മല്ലികാർജുനൻ ഖാർഗെ, ഐ.ബി. ഈഡൻ തുടങ്ങിയ മുൻനിര നേതാക്കന്മാരെയെല്ലാം യാതൊരുവിധ പരിഗണനയും കൽപ്പിക്കാതെ ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ പോലീസ് വലിച്ചിരിച്ചു കൊണ്ടുപോകുന്ന അതിദയനീയമായ കാഴ്ച നമ്മൾ കാണേണ്ടി വന്നു. 20ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ ജീവത്യാഗത്തിന് ഹേതുവായ പരീക്ഷാ പേപ്പർ ചോർച്ചയ്ക്കെതിരെ രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹവും യുവതയും ഒന്നടക്കം സമരത്തിരിച്ചുളയിലേക്ക് എടുത്തുചാടിയപ്പോൾ സംഘികൾ ആ സമരത്തെ വില കുറച്ച് കണ്ടത് പാകിസ്ഥാന്റെയും ചൈനയുടെയും പണം വാങ്ങി രാജ്യത്തെ കലാപമുണ്ടാക്കുന്ന രാജ്യദ്രോഹികളുടെ സമരമായാണ്. എന്നും പ്രതിഷേധക്കാരെ വായടക്കാൻ മോദി ഗവൺമെന്റും ഗോദി മീഡിയകളും ഉയർത്തിക്കാട്ടിയിരുന്ന ആരോപണമായിരുന്നു രാജ്യദ്രോഹികളെന്ന ആരോപണം. പക്ഷേ ഇവിടെ ആ ആരോപണം വിലപ്പോയില്ല. സമരം കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. രാജ്യമൊന്നാകെ സമരാഗ്നി ഉളുത്തിയ തീപന്തങ്ങളുമായി യുവാക്കൾ തെരുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഈ സമരത്തിന് ഒരു അറുതി ഉണ്ടാവുകയില്ല. 20ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ ആത്മഹത്യയിലേക്ക് നയിച്ച നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് ഉത്തരവാദികളായവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അവരുടെ തലവനായ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. അത് വിദ്യാർത്ഥികളുടെയും ഓരോ ഇന്ത്യക്കാരന്റെയും ആവശ്യവും ന്യായമായ ആവശ്യവും അവകാശവുമാണ്. രാപ്പകലില്ലാതെ പഠിച്ചവന്റെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് ചോദ്യപേപ്പർ ചോദ്യ പരീക്ഷ പാസ്സാകുന്നവർ അത് തട്ടിയെടുക്കുന്നത്. രാപ്പകലില്ലാതെ പഠിച്ചവനാണ് ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം കാണാതെ ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിച്ചു കളഞ്ഞത്. 20ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ ജീവനേക്കാളും ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയേക്കാളും വിലാപങ്ങളെക്കാളും വലുതാണ് സംഘഭരണകൂടത്തിലെ ഒരു എംപിയുടെ മന്ത്രിപദത്തിന്. അതുകൊണ്ടാണ് ഇന്നലെ വരെ സമരത്തെ ഒന്ന് കണ്ണു തുറന്നു നോക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറാവാതിരുന്നത്. ഫാസിസം തലക്ക് പിടിച്ച ഒരു ഭരണാധികാരിക്ക് തന്റെ കാൽച്ചുവട്ടിലായിരിക്കണം എല്ലാം എന്ന് തോന്നലുണ്ടാവുക സ്വാഭാവികമാണ്. അതാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികളെ ഭീകരവാദികളെ പോലെ തല്ലിച്ചതക്കാൻ ഉത്തരവിട്ടത്. ഒരു രാജ്യത്തെ ജനതയുടെ അവകാശമാണ് ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി സമാധാനപരമായി സമരം ചെയ്യുക എന്നത്. അത് ഭരണഘടന അനുവദിച്ച് തന്നിട്ടുള്ളതുമാണ്. ആ അവകാശമാണ് വിദ്യാർത്ഥികൾ എടുത്തതും. എന്നിട്ട് ആ വിദ്യാർത്ഥികളോട് ഭരണകൂടം ചെയ്തത് എന്താണ്? അവരെ ജീവനോടെ കൊല്ലാൻ സംഘി ഗുണ്ടകളെയും കൂലി പോലീസിനെയും തെരുവിലിറക്കി. ഇത് ഞാൻ പറയുന്നതല്ല, സോഷ്യൽ മീഡിയയും ചില മാധ്യമങ്ങളും പങ്കുവെച്ച വ്യക്തമായ ചിത്രങ്ങളാണ്. നെയിം ബോർഡും ബാഡ്ജും ഇല്ലാത്ത ഉദ്യോഗസ്ഥർ, സാധാരണക്കാരന്റെ വേഷത്തിൽ ലാത്തിയും വടിയുമായി എത്തിയ ഗുണ്ടകൾ പലരുടെയും കൈകളിൽ വടിയും ആണിത്തറച്ചു വെച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് മാരകമായ പരിക്കേൽക്കാൻ. പലരും വിദ്യാർത്ഥികളെ തല്ലുന്നത് പേപ്പട്ടിയെ തല്ലും പോലെയാണ്. അവരെ ഭയപ്പെടുത്തി വിടുകയല്ല ചെയ്യുന്നത്. ഇതാ നോക്കൂ, ഒരു പോലീസുകാരൻ പറയുന്നു, ഞാനൊരു സാധാരണക്കാരനാണ്. ये आपकी शूज भी स्पोर्ट्स शूज अलाउ रहते हैं क्या? हम प्राइवेट आदमी हैं, हमारे अलाउ है। अच्छा प्राइवेट आदमी है। മറ്റൊരാൾ പറയുന്നു, ഞാനൊന്നും പറയില്ല. ऐसा कुछ होने वाला है क्या सर? हैं? हैं? മെയിൽ പോലീസും ഫീമെയിൽ പോലീസിലും ഇതുപോലെ ആണും പെണ്ണും കെട്ട പോലീസുകാർ ധാരാളമുണ്ട്. അവരൊക്കെയും ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഗുണ്ടാ പോലീസുകാരാണ്. സംഘികളുടെ കൈവശം ഇതുപോലെയുള്ള പോലീസ് കമ്പനികൾ ധാരാളമുണ്ടെന്നാണ് പലരും പറയുന്നത്.
തെരുവുകളിൽ പട്ടികളെ പോലെ അടികൊണ്ട വിദ്യാർത്ഥികൾ കോടതിയിൽ ചെന്നപ്പോൾ കോടതി പറഞ്ഞത്രേ, ഞങ്ങൾക്കത് നോക്കാനും കേൾക്കാനും സമയമില്ലെന്ന്. അതെങ്ങനെയുണ്ടാകും? രാജ്യത്തെ യുവാക്കളെ ശല്യക്കാരായ പാർട്ടികളോട് ഉപമിച്ച ജഡ്ജിമാരാണ് നമുക്കുള്ളത്. അവർക്ക് ജോലിയിൽ നിന്നും വിരമിച്ചാലും ഉയർന്ന ശമ്പളത്തിൽ ഭരണതലങ്ങളിൽ ഉയർന്ന ഉദ്യോഗം വേണം. അതിന് രാഷ്ട്രീയ പാർട്ടികളുടെ സേവകരാവുകയേ നിവൃത്തിയുള്ളൂ. ഇന്നേ വരെ ഒരു സമരവേദിയിലും സംഘീയ ഗവൺമെന്റിന്റെ ആരും സന്ധി സംഭാഷണത്തിന് പോയ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ല. എന്നാൽ പാറ്റപ്പടയെന്ന് പുച്ഛിച്ചു തള്ളിയവർ CJPയുടെ സമരപ്പന്തലിൽ അനുനയ ചർച്ചകൾക്ക് വേണ്ടി കേന്ദ്രമന്ത്രി JP നദ്ദയെ പറഞ്ഞയച്ചു. സോനം വാങ്ചുക്കുമായും അഭിജിത് ദീപ്കയുമായും നദ്ദ ചർച്ച നടത്തിയെന്നാണ് അറിയുന്നത്. മാത്രമല്ല JP നദ്ദ കോൺഗ്രസ് നേതാവ് ജയറാം രമേശുമായും ആശയവിനിമയം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും മാളത്തിലിരുന്ന പ്രധാനമന്ത്രി മോദി ഇപ്പോഴാണ് ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയെങ്കിലും പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് യുവാക്കളുടെ ഭാവിയെ തകർത്തവരെ വെറുതെ വിടില്ലെന്നും കേസ് അതിവേഗം തീർപ്പാക്കാൻ ഇതിനുവേണ്ടി അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്നുമാണ്. എന്നാലും ഞങ്ങളെ മന്ത്രിയെ ഞങ്ങൾ വിട്ടുതരില്ല എന്ന് സാരം.